വാഹനാപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഞെട്ടലിൽ ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും. വാഹനാപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ വാടകയ്ക്ക് നൽകിയതെന്ന് RTO. അപകട കാരണം കാറിന്റെ വേഗവും അമിതഭാരവും കനത്ത മഴയും. റെന്റേ കാർ ലൈസൻസ് ഇല്ലാത്തയാളാണ് കാർ നൽകിയത്. അപകടത്തിൽ ഡ്രൈവിംഗിലെ പരിചയക്കുറവും പ്രധാന കാരണം. അപകട സമയത്ത് കാർ ഓടിച്ചത് 5 മാസം മുൻപ് ലൈസൻസ് എടുത്ത വിദ്യാർത്ഥി. അപകടത്തിൽ 15 ബസ് യാത്രക്കാർക്കും പരിക്ക്. വാഹനാപകടത്തിൽ മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പൊതുദർശനം അല്പസമയത്തിനകം നടക്കും. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 1.5 മാസം മുൻപാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങിയത്. കൂട്ടുകാർക്കൊപ്പം സന്തോഷമായി ഇന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ട വിദ്യാർത്ഥികളുടെ ജീവനാണ് അപ്രതീക്ഷിതമായി വന്ന അപകടം കവർന്നെടുത്തത്. കാർ തെന്നി വന്ന് KSRTC ബസ്സിൽ ഇടിക്കുവായിരുന്നുവെന്ന് KSRTC ഡ്രൈവർ. 11 പേരാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത്. നിലവിൽ 6 പേർ ചികിത്സയിൽ. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം. കാറിന് 14 വർഷത്തെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ എയർ ബാഗ് ഇല്ലായിരുന്നു. വെളിച്ചക്കുറവും ഓവർലോഡ്, അതായത് 7 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനത്തിൽ സഞ്ചരിച്ചത് 11 പേർ. കാർ പൂർണ്ണമായും തകർന്നിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തിറക്കിയത്. മഴ മൂലമുണ്ടായ പ്രതികൂല സാഹചര്യവും അപകടത്തിന്റെ ആഘാതം കൂടാൻ കാരണമായി. കോട്ടയം പൂഞ്ഞാർ ചേന്നാട് കരിങ്ങോഴയ്ക്കൽ ഷാജിയുടെ മകൻ ആയുഷ് ഷാജി, പാലക്കാട് കാവ് സ്ട്രീറ്റ് ശേഖരപുരം ശ്രീവിഹാറിൽ KT ശ്രീവത്സന്റെ മകൻ ശ്രീദീപ് വത്സൽ, മലപ്പുറം കോട്ടയ്ക്കൽ ചീനംപുത്തൂർ ശ്രീവൈഷ്ണവത്തിൽ AN ബിനുരാജിന്റെ മകൻ B ദേവാനന്ദൻ, കണ്ണൂർ വേങ്ങര മാടായിമുട്ടം പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, ലക്ഷദ്വീപ് ആന്ത്രോത്തുദ്വീപ് പാക്രുച്ചീയപുര വീട്ടിൽ P മുഹമ്മദ് നസീറിന്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 6 വിദ്യാർത്ഥികൾ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിനു ശേഷം വിദ്യാർത്ഥികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. Rápido.